ഞങ്ങളിപ്പോൾ UK വരാന്തത്തിലൂടെ നടക്കുകയാണ്. ബ്ലസ്സിയാണ് ഞങ്ങളെ നയിക്കുന്നത്. അത്ര ഹോട്ട് അല്ലാത്തൊരു നല്ല അടിപൊളി സണ്ണി ഡേ ആയിരുന്നു. പോകുന്ന വഴിക്ക് എനിക്ക് ചിപ്പിയെ കളഞ്ഞിട്ട് പിന്നെ ചിപ്പിയെ കൂട്ടിയിട്ട് നേരെ പോയി കുക്കുവിന്റെ ഡോർ മുട്ടി. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. തുറന്നത് മാത്രല്ല വിശക്കുന്നവന് ആഹാരം നൽകണം എന്നുള്ള പ്രമാണവും അവൾ പാലിച്ചു. നല്ല ചോറ് മീൻകറിയും കൂട്ടി അങ്ങ് മുണിങ്ങി. ഫുഡും കഴിഞ്ഞ് നേരെ വന്നത് സെൻസറി വൈൽഡ് ലൈഫ് ഗാർഡനിലാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ കുട്ടി കുട്ടി പൂക്കളൊക്കെ പുല്ല് നിറച്ച് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം തുലിപ്സ് ഗാർഡൻ കാണാം. ഈ പോയതല്ല കേട്ടോ, ഇതാണ് തുലിപ്സ് ഗാർഡൻ. കുറച്ചു പേരെങ്കിലും അങ്ങോട്ട് ശ്രദ്ധിച്ചു. നിങ്ങൾ എന്തിനാ തുലിപ്സ് ഗാർഡന്റെ ഇടയിൽ ഇരിക്കണേ? ഞാൻ അപ്പുപ്പന്താടി ഊന്ന് കണ്ടിട്ട് എന്നെ കുറ്റം പറഞ്ഞവർ എന്റെ പിന്നിൽ നിന്ന് ചെറുപറാന്ന് ഒതുന്നു. വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം മണി 8 ആയി. കടിക്കൂട്ടോ നിന്നെ. കുട്ടികൾക്ക് വിശ്രമിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ കയറിയിരിക്കുന്ന മുതുക്കികളാണ് ഇതൊക്കെ. എന്ത് പറയാനാണ്. ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രം കാണാന്ന് പറഞ്ഞു, എന്നാ ഒരു ഉണ്ടയും കണ്ടില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഞങ്ങൾ കിടക്കുന്നതാണ് ഡീപ് ഫോറസ്റ്റ്. ഈ കാണുന്നത് ഒരു ചെറിയ പോണ്ടാട്ടോ. നിഗൂഢതകൾ മറിഞ്ഞിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. വന്നിട്ട് മൈലാഞ്ചിയില തപ്പി നടക്കുന്ന മൊച്ചകൾ. ഒരു വനാന്തരത്തിലൂടെയാണ് ഞങ്ങളുടെ ഇപ്പൊ കഠിനമായ യാത്ര. ബ്ലസ്സി ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നു. ഒരു കിളിയും പരകിളിയും ഇല്ലാത്ത 2 പേര് പിന്നീട് 5 നിന്നും 8 യാത്ര വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഈ മൊച്ചകളുടെ കൂടെ അല്ലേ. ഞങ്ങൾ കയറിയ വഴിയും വന്ന വഴിയൊക്കെ മറന്ന് എവിടെ കൂടിയോ ചുറ്റി അങ്ങനെ അവസാനം എക്സിറ്റ് കണ്ടുപിടിച്ചു. ബട്ട് സീരിയസ്ലി പറയുകയാണെങ്കിൽ ജോലിയും സ്ട്രെസ്സും കഴിഞ്ഞിട്ടുള്ള ഈ കുറെ ടൈംസ് അത് പ്രഷ്യസ് ആണ്. അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് മൊയര പാർക്കിലെത്തി. പിന്നെ നടന്നതൊക്കെ ഞങ്ങളെ ഒരു 10 വർഷം പിന്നിലോട്ട് കൊണ്ടുപോയി. ബൈ ബൈ.